ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി നോക്കാം. വളരെ ടേസ്റ്റുള്ള എന്നാൽ ഉണ്ടാക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടില്ലാത്ത ഒരു ബിരിയാണിയാണിത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സും റെഗുലറായിട്ട് കിട്ടാൻ മറക്കാതെ ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബസ്മതി റൈസ് 2 ഗ്ലാസ്. റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. പിന്നീട് കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് വെള്ളം റിമൂവ് ചെയ്തെടുക്കുക. ചെമ്മീൻ 350 ഗ്രാം. തോടും ഉള്ളിലെ നാരും ഒക്കെ കളഞ്ഞ ശേഷം ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. തിൻ കോക്കനട്ട് മിൽക്ക് 2.5 കപ്പ്. തേങ്ങയുടെ കട്ടി കുറഞ്ഞിട്ടുള്ള 2ാം പാലാണിത്. സവോള 3 മീഡിയം സൈസിലുള്ളത്, നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്. വെളുത്തുള്ളി 6 അല്ലി ചതച്ചെടുത്തത്. പച്ചമുളക് 2 ചതച്ചെടുത്തത്. സവോള 1 വലുത്. ഇത് നീളത്തിൽ ഒട്ടും കനമില്ലാതെ അരിഞ്ഞെടുക്കുക. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. തക്കാളി 1 മീഡിയം സൈസിലുള്ളത് കട്ട് ചെയ്തെടുക്കുക. മുളക് പൊടി 1 ടീസ്പൂൺ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഗരം മസാല 1 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് മിക്സഡ് സ്പൈസസ്. തൈര് 1 ടേബിൾ സ്പൂൺ. ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് വേണം എടുക്കാൻ. കുറച്ച് മല്ലിയില, കുറച്ച് കാഷ്യൂ നട്ട്, റൈസിൻസ്, പശുവിൻ നെയ്യ് 3 ടേബിൾ സ്പൂൺ. വറുക്കാൻ ആവശ്യമായിട്ടുള്ള റിഫൈൻഡ് ഓയിൽ, ഉപ്പ് ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ചെമ്മീനിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനായിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത ചെമ്മീൻ ഞാനിവിടെ ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാൻ ഹോട്ട് ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കാം. സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ചെമ്മീൻ്റെ മുഴുവൻ ഭാഗത്തേക്കും ഇതെല്ലാം നന്നായിട്ട് എത്തണം. അതുകൊണ്ട് നന്നായിട്ട് മിക്സാക്കുക. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു ഫ്രൈങ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏതെങ്കിലും റീഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. ഓയിൽ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള സവോള മാക്സിമം കനം കുറച്ച് ഒരേപോലെ അരിയുക. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒരേപോലെ ഇതെല്ലാ ഭാഗവും മൊരിഞ്ഞു വരും. മീഡിയം ഹീറ്റിലിട്ടിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സവോള ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇതിൽ കൂടുതൽ ഇത് മൊരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. നമ്മളിതിനെ ഓയിലിൽ നിന്ന് മാറ്റി പാത്രത്തിലിട്ട് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ചൂട് കൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ മൊരിഞ്ഞ് വരും. അപ്പോൾ ഇത് കൂടുതൽ ഇത് മൊരിയിക്കാതെ ഈ സമയത്ത് ഇതിനെ ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ മുഴുവനും സവോളയും നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. സവോള മുഴുവനും ഫ്രൈ ആക്കിയതിന് ശേഷം ബാലൻസ് ഓയിലിലേക്ക് നമുക്ക് കാഷ്യൂ നട്ടും റൈസിൻസും കൂടി ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം. ആദ്യം കാഷ്യൂ നട്ട് ഇടുക. ഇതിൻ്റെ കളർ കുറച്ചൊന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് റൈസിൻസും കൂടി ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ കാഷ്യൂ നട്ടിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് റൈസിൻസ് ഇട്ടിട്ട് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ ബാലൻസ് ഓയിലിലേക്ക് ചെമ്മീൻ ഇട്ടിട്ട് ഇതും കൂടെ ഫ്രൈ ആക്കി എടുക്കാം. ഓരോന്നും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. മീഡിയം ഹീറ്റിലിട്ടിട്ട് 2 വശവും നമുക്ക് മൊരിയിച്ചെടുക്കാം. ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ചെമ്മീൻ ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചീനച്ചട്ടി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെമ്മീനൊക്കെ ഫ്രൈ ആക്കി എടുത്ത ആ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ മട്ടൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചൊഴിക്കുക.
ഓയിൽ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് കിടക്കുകയാണ്. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യമേ ഒരു 2-3 മിനിറ്റ് ഇത് മൂന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം വേണം ഇതിലേക്ക് സവാള ചേർക്കാൻ. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്കിതിനെ മീഡിയം ഹീറ്റിലേക്ക് മാറ്റാം. സവാള നന്നായിട്ട് വഴന്ന് ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ഇപ്പോൾ സവാളയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നേച്ചാൽ മതി. ഞാനിപ്പോൾ ഇതിന് ലോ ഹീറ്റിലേക്ക് പിന്നെയും മാറ്റിയിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ലോ ഹീറ്റിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റണം. പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറി വരണം. ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് മീഡിയം ഹീറ്റിൽ മൂടി വെച്ചിരിക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടപ്പ് മാറ്റാം. ഇപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തവി കൊണ്ട് തക്കാളി ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഒട്ടും പുളിയില്ലാത്ത ഇതുപോലെ നല്ല കട്ടിയുള്ള തൈരാണെങ്കിൽ നന്നായിരിക്കും. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് ഞാനിപ്പോൾ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. വറുത്തെടുത്ത ചെമ്മീൻ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മിക്സാക്കാം. ഇപ്പോൾ ചെമ്മീൻ ആവശ്യത്തിന് കുക്കായി ചെമ്മീനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഒനിയൻ ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാല റെഡി ആയി കഴിഞ്ഞു. നമുക്കിതിനെ അടുപ്പിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് റൈസ് തയ്യാറാക്കാം. റൈസ് റെഡിയാക്കാനായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ കുറച്ച് വൈഡായിട്ടുള്ളൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർക്കാം. സ്പൈസസിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 6 കുരുമുളക്, 4-5 ഏലക്ക, ഗ്രാമ്പു 3-4 എണ്ണം, കറുവാപ്പട്ട 1 പീസ്, ബേ ലീഫ് 1 എണ്ണം, ഇതുപോലെ ഒരു 3-4 പീസായിട്ട് കട്ട് ചെയ്തിടുക. ഇത്രയാണ് വേണ്ടത്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ സ്പൈസസ് എല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് വേണം എടുക്കാൻ.
ഇനി നമുക്കിതിനെ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കണം. ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാൻ വെള്ളത്തിലല്ല തേങ്ങാപ്പാലിലാണ് റൈസ് വേവിച്ചെടുക്കുന്നത്. 1 കപ്പ് ബസ്മതി റൈസിന് 1.25 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ റൈസ് മെഷർ ചെയ്ത അതേ കപ്പിൽ തന്നെ ഞാനൊരു 2.5 കപ്പ് തേങ്ങയുടെ 2ാം പാലാണ് ചേർക്കുന്നത്. ശ്രദ്ധിക്കുക, കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ വേണം. കട്ടിയുള്ള തേങ്ങാപ്പാലാണെന്നുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞതുപോലെ ആയിപ്പോകും തിളച്ച് വരുമ്പോഴേക്കിനും. അപ്പോൾ അതുകൊണ്ട് കട്ടിയുള്ള തേങ്ങാപ്പാലാണെങ്കിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ആദ്യമേ കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക. പിന്നീട് നമുക്ക് ഉപ്പ് നോക്കാം. അപ്പോൾ ഈ വെള്ളത്തിന് ഉപ്പിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ റൈസ് വെന്ത് വരുമ്പോൾ പാകത്തിനുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ ഉപ്പ് ഇച്ചിരി കുറവായിട്ടാണ് തോന്നുന്നത്. നമുക്ക് വീണ്ടും കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഒന്നും കൂടെ ഇതിൻ്റെ ഉപ്പ് നോക്കാം. ഇപ്പോൾ ഉപ്പ് കറക്റ്റാണ്, അതായത് ഉപ്പ് കുറച്ച് മുന്നിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്കിതിനെ മൂടി വെച്ച് മീഡിയം ഹീറ്റിൽ ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടപ്പ് മാറ്റി നോക്കാം. ഇപ്പം നമ്മുടെ റൈസിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ട് വറ്റി. എന്നാൽ റൈസ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും കുഴഞ്ഞു പോകാതെ വേണം റൈസ് വേവിച്ചെടുക്കാനായിട്ട്. ഓരോന്നും തമ്മിലൊട്ടാത്ത വിധത്തിൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസിൻ്റെ പകുതി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി ഇതിനെ ചെമ്മീൻ മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ടാണ്. ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യ് എല്ലാ റൈസിലേക്കും ഇതുപോലൊന്ന് സ്പ്രെഡ് ആക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ മസാല മുഴുവനും ഇട്ട് കൊടുക്കണം. റൈസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ മുഴുവൻ ചെമ്മീൻ മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടു. ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും റേസിൻസും പകുതി ഇടുക. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചെമ്മീൻ മസാല മുഴുവൻ റൈസ് കൊണ്ട് കവർ ചെയ്യണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അധികം ഉപയോഗിക്കുന്നത് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. എന്നാലും ബിരിയാണിയൊക്കെ ആകുമ്പോൾ നെയ്യുടെ ഒരു സ്മെല്ലൊക്കെ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കുക. നെയ്യ് ഇതുപോലൊന്ന് സ്പ്രെഡാക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5-6 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിൾ എസൻസ് അല്ലെന്നുണ്ടെങ്കിൽ ബിരിയാണി എസൻസോ എന്തായാലും നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ചുള്ള എസൻസ് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന ഫ്രൈഡ് ഒനിയനും ഫ്രൈഡ് കാഷ്യൂ നട്ടും റേസിൻസും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കാം. നല്ല മുറുക്കമുള്ള അടപ്പ് വെച്ചിട്ട് തന്നെ അടയ്ക്കുക. ഇനി നമുക്കിത് ലോ ഹീറ്റിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സ്റ്റൗ ലോ ഹീറ്റിൽ വെച്ചിട്ടുണ്ട്. ലോ ഹീറ്റിൽ നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റും കൂടെ ഇതിനെ കുക്ക് ചെയ്യണം. 5 മിനിറ്റിൽ കൂടാൻ പാടില്ല. അതുപോലെ തന്നെ ലോ ഹീറ്റിൽ തന്നെ വെക്കുക.
ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ നിന്നും നല്ലൊരു മസാലയുടെയും അതുപോലെ തന്നെ നെയ്യുടെ എസൻസിൻ്റെയൊക്കെ സ്മെല്ല് കിട്ടുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനെ സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം. വളരെ ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണിത്. തേങ്ങാപ്പാലിൽ വെന്ത് വന്നിരിക്കുന്നതുകൊണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതിനെ അച്ചാറിനും സാലഡിനും ഒക്കെ ഒപ്പം സെർവ് ചെയ്യാം. എല്ലാവർക്കും ഈ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടമാകും. വളരെ ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണിത്. ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ ചാനലിനെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്